നമ്മുടെ ബയോളജിയുടെ ആദ്യത്തെ ചാപ്റ്റർ 4 വീഡിയോ ക്ലാസ്സിലൂടെയാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ കുറച്ച് ക്ലാസ് നോട്ട് ഞാൻ അവിടുന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ നോക്കണ്ട. ഇന്നത്തെ നോട്ട് ഇന്ന് തന്നെ പുതിയതായിട്ട് എഴുതണം. പഴയ നോട്ട് നിങ്ങൾ പരിഗണിക്കേണ്ട. ഇന്ന് തരുന്ന നോട്ട് ഇന്ന് തന്നെ ഒരു പ്രാവശ്യം കൂടി എഴുതിയാൽ നമുക്ക് കൂടുതൽ പഠിക്കാൻ കഴിയും. ഇന്ന് തന്നെ നോട്ട് എഴുതി പഠിച്ചിട്ട് എനിക്കിന്ന് നിങ്ങൾ എഴുതിയ നോട്ട് എനിക്ക് വിട്ടു തരണം. ആ നോട്ട് എഴുതുമ്പോൾ ആദ്യത്തെ പേജിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങളുടെ പേരും കൂടി ഒന്ന് എഴുതണം. ഇന്ന് തന്നെ വിട്ടു തരണം. SSLC ബയോളജി ക്ലാസ് 1 എന്ന വിവരവും കൂടി അതിനകത്ത് ഉണ്ടാവണം കേട്ടോ. ഓക്കെ, നമുക്ക് പാഠഭാഗത്തേക്ക് പോകാം. ഈ പാഠം 40 ചോദ്യങ്ങളിലൂടെയാണ് ഈ പാഠത്തിലെ എല്ലാ ഭാഗങ്ങളും കടന്നു പോകുന്നത്. ആദ്യം DNA എന്താണ്, അത് എവിടെയാണ് DNA ഉള്ളത്? വാട്ട് ഈസ് DNA? വേർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്? അതാണ് ആദ്യമായി നമ്മൾ പഠിക്കുന്നത്. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് ആണ് DNA എന്ന് പറയുന്നത്. ഡീഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അതിൻ്റെ ഷോർട്ട് ഫോമാണ് DNA. ഇതുള്ളത് നമ്മുടെ കോശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ന്യൂക്ലിയസ്, കോശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ന്യൂക്ലിയസിനകത്താണ്. ന്യൂക്ലിയസിലെ ക്രോമസോമിൻ്റെ അകത്താണ് DNA. ക്രോമസോം ന്യൂക്ലിയസിനകത്താണ്. എവിടെയാ DNA ഉള്ളതെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയസിനകത്തുള്ള ക്രോമസോമുകളിലാണ് DNA ഉള്ളത്. DNA is located in ribosome inside the nucleus. ഓക്കെ, അതാണ് നമ്മൾ ആദ്യമായിട്ട് അറിയേണ്ട കാര്യം. നമുക്ക് രണ്ടാമത്തെ കാര്യത്തിലേക്ക് പോകാം. റൊസാലിൻ ഫ്രാങ്ക്ലിൻ എന്ന ശാസ്ത്രജ്ഞന് DNA-യുടെ പഠനവുമായി ഉള്ള ബന്ധം എന്താണ്? DNA-യുടെ പഠനത്തിൽ റൊസാലിൻ ഫ്രാങ്ക്ലിൻ്റെ പങ്ക് എന്താണ്? What is the role of Rosalind Franklin in the study of DNA? ആദ്യമായി DNA-യുടെ ഒരു എക്സ്റേ പടം, DNA എന്താണെന്നുള്ള ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു കാലത്ത് DNA-യുടെ ഒരു എക്സ്റേ പിക്ചർ, എക്സ്റേ ഡിഫ്രാക്ഷൻ പിക്ചർ എടുത്ത് സയൻസിന് നൽകിയ ആളാണ് റൊസാലിൻ ഫ്രാങ്ക്ലിൻ. ഇപ്പോൾ റൊസാലിൻ ഫ്രാങ്ക്ലിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, റൊസാലിൻ ഫ്രാങ്ക്ലിൻ developed an X-ray diffraction picture of DNA that is called as photo 51. photo 51 എടുത്ത് അതിൻ്റെ രൂപം ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാക്കി കൊടുത്തതാണ് റൊസാലിൻ ഫ്രാങ്ക്ലിൻ്റെ പങ്ക്. അപ്പോൾ പങ്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചുരുക്കി പറയാം. റൊസാലിൻ ഫ്രാങ്ക്ലിൻ took an X-ray diffraction picture of DNA that is called as photo 51. DNA-യുടെ എക്സ്റേ ഡിഫ്രാക്ഷൻ പിക്ചർ എടുത്തത് റൊസാലിൻ ഫ്രാങ്ക്ലിൻ ആണ്. അത് പിന്നീടുള്ള സ്റ്റഡിയിൽ ഫോട്ടോ 51 എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. അവർക്ക് DNA-യുടെ പഠനത്തിൽ ഉള്ള പങ്ക് എന്താണ്? ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്, ഈ 2 ശാസ്ത്രജ്ഞന്മാരാണ് DNA-യുടെ ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ, ചുറ്റുഗോവണി മാതൃക, DNA എങ്ങനെയുണ്ടായിരിക്കും എന്ന ഒരു പ്രതീക്ഷയിൽ ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞന്മാരാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും. ഈ പേര് നല്ലോണം ആലോചിക്കണം. ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ഓഫ് DNA-യുടെ ചുറ്റുഗോവണി മാതൃക അതുണ്ടാക്കിയ ശാസ്ത്രജ്ഞന്മാർ ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കുമാണ്. ഈ DNA-യുടെ പഠനവുമായി ബന്ധപ്പെട്ട ചുറ്റുഗോവണി മാതൃക അവതരിപ്പിച്ച ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും, തുടർന്നുള്ള പഠനത്തിൽ അവരെ സഹായിച്ച മൗറിസ് വിൽക്കിൻസും, ഈ 3 ശാസ്ത്രജ്ഞന്മാർക്ക് ആ കാലത്ത്
DNA പഠനത്തിലുള്ള നോബൽ പ്രൈസ് കിട്ടി. ഇപ്പം DNA പഠനത്തിൽ നോബൽ പ്രൈസ് കിട്ടിയ ശാസ്ത്രജ്ഞന്മാരാണ് മൗറിസ് വിൽക്കിൻസ്, ജെയിംസ് വാട്സൺ, ഫ്രാൻസിസ് ക്രിക്ക്. ശാസ്ത്രജ്ഞന്മാരുടെ പേര് പഠിക്കാൻ ഓർക്കണം. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. നമ്മുടെ DNA ബന്ധപ്പെട്ട ഒരു 5 കാര്യങ്ങൾ. DNA ബന്ധപ്പെട്ട ഒരു 4 കാര്യങ്ങളാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, DNA-ക്കകത്ത് എത്ര സ്ട്രാൻഡ്സ് ഉണ്ട്, എത്ര ഇഴകളുണ്ട്. DNA-ക്കകത്ത് 2 ഇഴകളാണുള്ളത്. ഹൗ മെനി സ്ട്രാൻഡ്സ് ആർ ദർ ഇൻ DNA? There are 2 strands in DNA. ഇനി സ്ട്രാൻഡ്സ്, ഇഴകൾ, DNA-ക്കകത്ത് 2 ഇഴകളുണ്ട്. ആ 2 ഇഴകൾ എന്തുകൊണ്ടാണ് ആ 2 ഇഴകൾ ഉണ്ടാക്കിയിരിക്കുന്നത്? അത് ഫോസ്ഫേറ്റും ഷുഗറുമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. DNA-ക്കകത്ത് 2 ഇഴകളുണ്ട്. ആ ഇഴകൾ ഉണ്ടാക്കിയിരിക്കുന്ന സാധനം ഫോസ്ഫേറ്റും ഷുഗറും ഉപയോഗിച്ചിട്ടാണ് DNA-യുടെ ഇഴകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പടികൾ, DNA-ക്ക് റെക്സ് ഉണ്ട്, പടികളുണ്ട്. DNA-യുടെ പടികൾ നൈട്രോജനിയസ് ബേസ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നൈട്രോജനിയസ് ബേസ് ആണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. നൈട്രോജനിയസ് ബേസിനകത്ത് എന്തൊക്കെ കണ്ടന്റ് ആണുള്ളത്? നൈട്രോജനിയസ് ബേസിനകത്തുള്ള കണ്ടന്റുകൾ അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ. അഡിനിൻ, തൈമിൻ, ഗുവാനിൻ, സൈറ്റോസിൻ. ഈ 4 ഘടകങ്ങൾ കൊണ്ടാണ് നമ്മുടെ റെക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ നൈട്രോജനിയസ് ബേസിനകത്ത് ഉള്ള 4 കാര്യങ്ങളാണിത്. പ്രധാനപ്പെട്ടതാണ്, ഓർമ്മയിൽ ഉണ്ടാവണം. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? അഡിനിനുണ്ട്, തൈമിനുണ്ട്, ഗുവാനിനുണ്ട്, സൈറ്റോസിനുണ്ട്. അതാണ് നൈട്രോജനിയസ് ബേസിനകത്ത് അടങ്ങിയുള്ള ഘടകങ്ങൾ. ആ നൈട്രോജനിയസ് ബേസ് കൊണ്ടാണ് റെക്സ്, പടികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോകാം. ന്യൂക്ലിയോടൈഡ്, നമ്മുടെ DNA-ക്കകത്തുള്ള ന്യൂക്ലിയോടൈഡ്. ആ ന്യൂക്ലിയോടൈഡിനകത്ത് എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ കൊണ്ടാണ് ന്യൂക്ലിയോടൈഡ് ഉണ്ടാക്കിയിട്ടുള്ളത്? ഡിയോക്സി ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രോജൻ ബേസ് ഉണ്ട്. അപ്പോൾ ന്യൂക്ലിയോടൈഡിനകത്ത് എന്താണുള്ളത്? ഡിയോക്സി ഷുഗർ ഉണ്ട്, ഫോസ്ഫേറ്റ് ഉണ്ട്, നൈട്രോജൻ ബേസ് ഉണ്ട്. ഈ ന്യൂക്ലിയോടൈഡ് ആണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA. DNA-യുടെ പ്രധാന നിർമ്മാണ ഘടകം അഥവാ DNA-യുടെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡാണ്. ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA is nucleotide. It is made up of with deoxy sugar, phosphate and nitrogen base. ഇവിടെ നമ്മൾ DNA-ക്കകത്ത് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ സാധാരണ ഷുഗർ എന്ന വാക്ക് കേട്ടിട്ടുണ്ട്. പഞ്ചസാര, ചായക്കും കാപ്പിക്കും ഒക്കെ ഇടുന്ന പഞ്ചസാര. ആ പഞ്ചസാരയും DNA-ക്കകത്തുള്ള പഞ്ചസാരയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ചായക്കും കാപ്പിക്കും ഒക്കെ ഇടുന്ന പഞ്ചസാര C12H22O11 എന്ന മോളിക്കുലാർ ഫോർമുലയുള്ള സുക്രോസ് ആണ്. എന്നാൽ DNA-ക്കകത്തുള്ള റൈബോക്സി പഞ്ചസാര C5H10O11 എന്നറിയപ്പെടുന്ന പഞ്ചസാരയാണ്. ഇത് പൊതുവെ അറിയപ്പെടുന്നത് 5 കാർബൺ ഷുഗർ എന്നാണ്. 5 കാർബൺ ഷുഗറാണ് DNA-ക്കകത്തുള്ളത്. നമ്മുടെ മധുരത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര സുക്രോസ് ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ പാർട്ട് 1 പാഠഭാഗത്തുള്ളത്. ഒരു കാരണവശാൽ നിങ്ങൾ പഴയ നോട്ട് നോക്കരുത്. ഇന്നത്തെ നോട്ട് ഇന്ന് തന്നെ എഴുതണം. നാളെയും ക്ലാസ് ഉണ്ടാവും. 4 ക്ലാസ് കൊണ്ട് ഈ പാഠം തീരും. 18-ാം തീയതി പരീക്ഷ തുടങ്ങുമല്ലേ. അപ്പോൾ അതിന് മുമ്പിൽ നമുക്ക് 2 പാഠമെങ്കിലും ബയോളജിയുടെ തീരണം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ട് ഇന്ന് തന്നെ നോട്ട് എനിക്ക് അയച്ചു തരണം. ഓക്കെ, താങ്ക് യു.